സുരേഷ് ഗോപിയെക്കുറിച്ച് നമ്മുടെ സിനിമാ നടൻ ജഗദീഷ് ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം മൈക്കിന്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാലുള്ള ഒരു രീതികളെ കുറിച്ച് വളരെ രസകരമായിട്ട് അവതരിപ്പിച്ച് കാണിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴാണ് മനസ്സിലായത് അതൊരു തമാശ ആയിരുന്നില്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നുള്ള കാര്യം. അതേപോലെ സുരേഷ് ഗോപിയുടെ ചില കാര്യങ്ങൾ അവർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. സുരേഷ് ഗോപി ഏതെങ്കിലും വിഷയം ചോദിച്ചോളൂ, നിശാന്തിന്റെ അടുത്ത് ചോദിച്ചോളൂ. ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ച് എന്താണ് കേന്ദ്രത്തിന്റെ? ആശാ വർക്കർമാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വൈഷമ്യങ്ങളിൽ നിന്നും ജീവിതത്തിൽ ഉഴലുന്ന ചില പ്രത്യയശാസ്ത്രപരമായ ചില അചഞ്ചലി ഉണ്ടാകുന്ന സമരങ്ങളും സമര പ്രത്യാഘാതങ്ങളും എന്ത് മനസ്സിലായി? ആരാ ഇതിന്റെ ഗുണഭോക്താക്കളാരാ? ഇതെല്ലാം ഒന്ന് ഒരു നന്മയിലേക്ക് വരണ്ടേ? നമ്മൾ 40 വർഷം 50 വർഷം മുമ്പ് പണിഞ്ഞ സ്കൂളുകളുടെ ഒരു ഭീഷണിയിലാണോ കുഞ്ഞുങ്ങൾ? നമ്മുടെ കൊച്ചുമക്കളെ ഇനി അയക്കേണ്ടതല്ലേ അങ്ങോട്ട്? നന്നാവട്ടെ, അന്തരീക്ഷം നന്നാവട്ടെ, നല്ല ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കട്ടെ. രാജ്യത്തിൻ്റെ മുമ്പോട്ടുള്ള വളർച്ചയ്ക്ക് പുതിയ യുഗത്തിൻ്റെ ഒരു അധ്യയന രീതി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അതെല്ലാം സംഭവിക്കട്ടെ. എത്ര നല്ല കലാകാരനായിരുന്നു. ഇന്നും അയാൾ മലയാള സിനിമയിൽ സജീവമായിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര കഥാപാത്രങ്ങൾ, എത്ര സിനിമകൾ ചെയ്തതിന് ഇന്നും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഇരിക്കുമ്പോൾ ആ ഒരു റേഞ്ചിൽ ഇരിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ചാണക കുഴി പോയി ചാടി അതോടെ കലയും കഴിഞ്ഞു, കലാകാരനും ക്ലോസ് ആയി.